നമസ്കാരം. ഞാൻ ഡോക്ടർ മണികണ്ഠൻ ജി.ആർ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മോണരോഗത്തിൻ്റെ നൂതനമായിട്ടുള്ള ചികിത്സയെക്കുറിച്ചിട്ടാണ്. നമുക്കറിയാം ഈ മോണരോഗം എന്ന് പറയുന്നത് നമ്മുടെ ഡെന്റിസ്ട്രിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 രോഗങ്ങളാണുള്ളത്. ഒന്ന് ദന്തക്ഷയം അല്ലെങ്കിൽ പല്ലിലെ കേട് വരിക. അതിനേക്കാൾ കൂടുതലായിട്ട് അതായത് 90% ആൾക്കാരെയും പോപ്പുലേഷനെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് മോണരോഗം എന്ന് പറയുന്നത്. പക്ഷേ മറ്റേ നമ്മുടെ ഡെന്റൽ കേരീസുമായിട്ട് അല്ലെങ്കിൽ ഡെന്റൽ ഡീകേ നമ്മുടെ ദന്തക്ഷയമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോഴത്തേക്കും ഈ മോണരോഗം എന്ന് പറയുന്നത് അധികം സയൻസ് അല്ലെങ്കിൽ അധികം വേദന ഉണ്ടാക്കില്ല. അതുകൊണ്ടാണ് പല ആൾക്കാരും ഇത് തിരിച്ചറിയപ്പെടാതെ പോകുന്നത്. നമ്മൾ സാധാരണയായിട്ട് അതിൻ്റെ ഒരു ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ പല്ല് തേക്കുമ്പഴ് ചിലപ്പോൾ ചോര പൊടിയുന്നുണ്ട്. ഇപ്പോൾ വാഷ് ബേസിൻ നോക്കുമ്പോൾ അവിടെ കൂടുതലായിട്ട് ചോര വരുന്നു. അല്ലെങ്കിൽ കട്ടിയുള്ള പദാർത്ഥങ്ങൾ കഴിക്കുമ്പഴ് ഇപ്പോൾ ഒരു പേരയ്ക്കയോ ആപ്പിളോ ഒക്കെ കഴിക്കുമ്പഴ് നമുക്ക് അതിനകത്ത് ചോരത്തുള്ളികൾ കാണുന്നു. അതൊക്കെയാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് സയൻസ് എന്ന് പറയുന്നത്. പക്ഷേ അത് പലപ്പോഴും വലിയ പെയിൻ ഉണ്ടാക്കാത്തതുകൊണ്ട് അത് ആൾക്കാർ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ കുറച്ചുകൂടി അഡ്വാൻസ് സ്റ്റേജിലോട്ട് പോകുമ്പോഴാണ് പല്ലിന് ഇളക്കം സംഭവിക്കുന്നു. പല്ലിന് ചെറിയൊരു ആട്ടം വന്നു തുടങ്ങുന്നു. അല്ലെങ്കിൽ പല്ലിന്റെ ഇടയ്ക്ക് വിടവ് കാണുന്നു. പത്തോളജിക് മൈഗ്രേഷൻ എന്ന് പറയും. പ്രായം കൂടുന്നതനുസരിച്ചിട്ട് പതുക്കെ പതുക്കെ പല്ലിന്റെ ഇടയ്ക്ക് വലിയ വലിയ ഗ്യാപ്പ് വരുന്നു. അപ്പോൾ അത് അങ്ങനെ വന്നു തുടങ്ങുമ്പോൾ ആൾക്കാരൊന്ന് കോൺഷ്യസ് ആവും. പ്രത്യേകിച്ച് അത് ഫംഗ്ഷനേക്കാൾ കൂടുതൽ നമ്മുടെ ഭംഗിയെ കൂടി എസ്തെറ്റിക്സിനെ കൂടി ബാധിക്കുമ്പോഴാണ് അത് കുറച്ചുകൂടി കോൺഷ്യസ് ആവുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇനിഷ്യൽ സ്റ്റേജിൽ നോൺ സർജിക്കൽ ആയിട്ട് ആദ്യത്തെ 6 മാസം അതായത് ആദ്യത്തെ നമ്മളൊരു 6 മാസം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആ ഒരു അസസ്മെന്റ് കൊടുത്തിട്ട് ഒരു സ്കെയിലിംഗ് നന്നായിട്ട് ഈ മോണരോഗത്തിന് കാരണമാവുന്ന അഴുക്കൊക്കെ നീക്കം ചെയ്യാനായിട്ട് നന്നായിട്ടൊരു സൂപ്രാ ജിഞ്ചേവൽ സ്കെയിലിംഗ് എന്ന് പറയും. അതായത് ആ മോണയുടെ ലെവലിൽ തന്നെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിൽ മാറിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആഴത്തിൽ നമ്മൾ മരവിപ്പിച്ചിട്ട് ലോക്കലൈസ്ഡ് ആയിട്ട് തന്നെ ചില ഏരിയയിൽ കൂടുതലായിട്ടും എല്ലായിടത്തും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ജനറലൈസ്ഡ് ആയിട്ട് തന്നെയും സബ് ജിഞ്ചേവൽ ആയിട്ടുള്ള ഒരു സ്കെയിലിംഗ് കൊടുക്കേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ ചില മരുന്നുകൾ അവിടെ നിക്ഷേപിക്കേണ്ടതായിട്ട് വരും. ലോക്കൽ ഡ്രഗ് ഡെലിവറി എന്ന് പറയും. ഇതിലൊന്നും മാറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഒരു സ്റ്റേജാണ് സർജിക്കൽ ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ഒരു മെയിന്റനൻസ് ഫേസ് ഉണ്ട്. കൃത്യമായിട്ട് നമ്മൾ ഇടവേളകളിൽ പേഷ്യന്റിനെ റീകോൾ ചെയ്തിട്ട് ഈ നമ്മുടെ നോർമലി കൊടുത്ത നോൺ സർജിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റിന്റെ എഫക്റ്റ് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഈ ഒരു മെയിന്റനൻസ് ഫേസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ആയിട്ടുള്ള ഈ സർജിക്കൽ ഫേസിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് മോണ തുറന്നിട്ട് അകത്തുള്ള ഈ ഒരു നമ്മുടെ ഈ ഡിസീസിന് കാരണമായിട്ടുള്ള ഗ്രാനുലേഷൻ ടിഷ്യൂ എന്ന് പറയും. ബാക്ടീരിയൽ ബൈ പ്രൊഡക്ട്സ് അതിനെ ഒരു ക്യൂററ്റ് എന്ന് പറയുന്ന ഒരു ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് നീക്കം ചെയ്തിട്ട് നമ്മൾ അവിടെ കൃത്യമായിട്ട് ബോൺ വരാൻ സഹായിക്കുന്ന ബോൺ ഗ്രാഫ്റ്റ് നിക്ഷേപിക്കുക. അതോടൊപ്പം തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് ബയോളജിക്സിന്റെ യൂസ്. ബയോളജിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു രോഗിയുടെ തന്നെ ബ്ലഡിൽ നിന്ന് നമുക്ക് വേർതിരിച്ചെടുക്കാവുന്ന ചില ഘടകങ്ങളുണ്ട്. അതിനകത്ത് വളർച്ചാ ഘടകങ്ങൾ ഇഷ്ടംമാതിരി അടങ്ങിയിട്ടുണ്ട്. ആ വളർച്ചാ ഘടകങ്ങൾ അല്ലെങ്കിൽ ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ബ്ലഡ് സർക്കുലേഷനും ബോൺ ഫോർമേഷനും ഒക്കെ കൂട്ടാൻ സഹായിക്കുന്ന വാസ്കുലാർ എൻഡോത്തിയൽ ഗ്രോത്ത് ഫാക്ടർ അല്ലെങ്കിൽ ഫൈബ്രോബ്ലാസ്റ്റ് ഗ്രോത്ത് ഫാക്ടർ, ഇൻസുലിൻ ഗ്രോത്ത് ഫാക്ടർ, ട്രാൻസ്ഫോമിംഗ് ഗ്രോത്ത് ഫാക്ടർ അങ്ങനെ പലതരത്തിലുള്ള വളർച്ചാ ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ബ്ലഡിന്റെ തന്നെ കോൺസെൻട്രേറ്റ് ആണ് നമ്മൾ PRF എന്ന് പറയാറുണ്ട്. പ്ലേറ്റ്ലെറ്റ് റിച്ച് ഫൈബ്രിൻ. അപ്പോൾ അതിനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ടുള്ള ചില പ്രോട്ടോകോൾസ് ഫോളോ ചെയ്യാറുണ്ട്. പല രീതിയിലുള്ള PRF നമ്മൾ ഈ മോണരോഗത്തിന്റെ ട്രീറ്റ്മെന്റായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ടൈമുണ്ട്. നമ്മൾ റെവല്യൂഷൻസ് പെർ മിനിറ്റ് RPM എന്ന് പറയും. ഈ RPMഉം സമയവും മാറുന്നതനുസരിച്ചിട്ട് അഡ്വാൻസ്ഡ് PRF അല്ലെങ്കിൽ APRF എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനുണ്ട്. അതല്ലേ കുറച്ച് ചില സമയത്ത് നമുക്ക് ഇൻജെക്റ്റബിൾ ആയിട്ടുള്ള ഫോമിൽ യൂസ് ചെയ്യാൻ പറ്റും. IPRF എന്ന് പറയും. കുറച്ചുകൂടി ല്യൂക്കോസൈറ്റ് അല്ലെങ്കിൽ WBC കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ഫോമുണ്ട്. നമ്മൾ LPRF എന്ന് പറയും. ടൈറ്റാനിയം റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു TPRF ഉണ്ട്. കുറച്ചുകൂടി നമ്മൾ ബയോളജിക്കലി വയബിൾ ആയിട്ടുള്ള SPRF ഉണ്ട്. അങ്ങനെ പല രീതിയിലുള്ള PRF അവൈലബിൾ ആണ്. ചില കേസുകളിൽ നമ്മൾ PRF ഈ നമ്മുടെ ബോൺ ഗ്രാഫ്റ്റും ഒക്കെ തന്നെ മിക്സ് ചെയ്തിട്ട് ഒരു സ്റ്റിക്കി ബോൺ എന്ന് പറയാറുണ്ട്. സ്റ്റിക്കി ബോണായിട്ട് പ്ലേസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ സ്റ്റിക്കി ബോൺസ് ചിലപ്പോൾ CGM ആയിട്ട് പ്ലേസ് ചെയ്യാറുണ്ട്. CGM അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ഗ്രോത്ത് ഫാക്ടർ മെംബ്രെയിൻ എന്നാണ് പറയുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് PRF ബോക്സസും ഉണ്ട്. അപ്പോൾ PRFന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ആട്ടം വന്നിട്ടുള്ള പല്ലിനെ നമുക്കതിനെ കൃത്യമായിട്ട് ഉള്ള സമയത്ത് നിങ്ങളൊരു മോണരോഗ വിദഗ്ധൻ അല്ലെങ്കിൽ പെരിഡോണ്ടിസ്റ്റ് പ്രത്യേകിച്ച് ബയോളജിക്സ് യൂസ് ചെയ്യുന്ന ഒരു പെരിഡോണ്ടിസ്റ്റിനെ കാണിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പല്ലിന്റെ ആട്ടം കുറച്ചിട്ട് ആ പല്ല് ഇളകിപ്പോകാതെ അതിന്റെ ലോഞ്ചിവിറ്റി കൂട്ടാനും ഭാവിയിൽ മൊത്തത്തിൽ നമ്മളൊരു ഫുൾ മൗത്ത് PRF യൂസ് ചെയ്തിട്ടുള്ളൊരു ഫ്ലാപ്പ് സർജറി അല്ലെങ്കിൽ ഓപ്പൺ ഫ്ലാപ്പ് ഡിബ്രൈറ്റ്മെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആട്ടമുള്ള പല്ലുകൾ ഇളക്കിക്കളയാതെ അതിന് 2 ആസ്പെക്റ്റ് ഉണ്ട്. നമ്മുടെ സ്വന്തം പല്ലുകളാകുമ്പോൾ നമുക്ക് കൂടുതൽ നന്നായിട്ട് ചവയ്ക്കാനായിട്ട് സാധിക്കും. പെരിഡോണ്ടൽ ലിഗമെന്റ് എന്നുള്ള ഒരു വസ്തു കൂടി അവിടെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി നമുക്ക് എല്ലാ ഒരു ചായ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൃത്യമായിട്ടുള്ള ഒരു ഫീലും അവിടെ കിട്ടുന്നുണ്ടാവും. ആർട്ടിഫിഷ്യൽ ടീത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ആ ഒരു ഓഷിയോസെപ്ഷൻ ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. പ്രൊപ്രിയോസെപ്ഷൻ എന്നുള്ളൊരു ആ ഒരു സംവേദനക്ഷമതയൊന്നും അവിടെ ഉണ്ടാവില്ല. അപ്പം എപ്പോഴും നല്ലതെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം പല്ലുകൾ നിലനിർത്തുക എന്നുള്ളതാണ്. കോസ്റ്റ് വൈസ് ആയിട്ട് ചിന്തിക്കുമ്പോഴും
വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡെന്റൽ ഇംപ്ലാന്റ്സിലോട്ട് പോകാതെ നമുക്ക് നമ്മുടെ സ്വന്തം പല്ല് നിലനിർത്തുന്നത് വഴി നമുക്ക് ആ ഒരു ഡെന്റൽ ട്രീറ്റ്മെന്റിന്റെ കോസ്റ്റും കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ആസ്പെക്റ്റിന്റെ പ്രത്യേകത. നമസ്കാരം.